ഹലോ. അപ്പോൾ വൈകുന്നേരത്തെ ഒരു പരിപാടിയാണ്. നമ്മൾ നല്ല മഴയാണല്ലേ, ഒരു രക്ഷയില്ല. ഫുൾ ടൈം മഴയാണ്, തോരണേ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഉള്ള നമ്മുടെ പരിപാടികളും തുണി മുക്കലും ഒക്കെ ഇട്ട് ആ തുണികളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണങ്ങി കിട്ടാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എല്ലാത്തിനും മടി നമ്മുടെ ഒരു പരിപാടിയാണെങ്കിലും മടി മടി എന്ന് പറഞ്ഞാലും നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. അല്ലാതെ മടി ഇങ്ങനെ പറഞ്ഞാലും മടിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പണികളും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ദിവസവും എങ്ങനെയെങ്കിലും ഓരോന്നോരോന്നും നമ്മൾ തീർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ച് ഇത് കഴിച്ച് നമ്മൾ പണികൾ തീർക്കാനുള്ള ഒരു തിരക്കിലാണ്. അത് കഴിഞ്ഞ് സ്വസ്ഥമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഈ എല്ലാ ദിവസവും അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, അപ്പോൾ ആ പണി തീർന്നു. അപ്പോൾ സമയവും അതേമാതിരി പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ വയസ്സും അതുപോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് എല്ലാ പണികളും തീർക്കാൻ വേണ്ടിയിട്ട്, എല്ലാ പണികളും തീർന്ന് സ്വസ്ഥമാണെങ്കിൽ ഞാൻ ഓർക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമാണ് എപ്പോഴാണ് നമ്മൾ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ പറയണമല്ലേ. അപ്പം ശരി. അപ്പം ഇന്നും നമ്മുടെ പണികൾ വൈകുന്നേരത്തെ വരെയുള്ളതൊക്കെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കേട്ടോ. ഇനി ഇതേ കുട്ടികൾക്ക് വിശക്കണു, അവർക്ക് പഴംപൊരി വേണം, കട്ടൻ ചായ വേണം, ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചപ്പന് പഴംപൊരി ഇഷ്ടമല്ല, ഏത്തപ്പഴമേ ഇഷ്ടമല്ല. കുട്ടീനോട് കഴിച്ച് നോക്ക്, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവനത് തൊടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമില്ലാത്ത മാവ് മാത്രം പൊരിച്ചു കൊടുക്കണം അവനിഷ്ടം. കുഞ്ചപ്പന് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പലഹാരമുണ്ടെന്ന് വൈകുന്നേരം. അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാവ് നമ്മുടെ പഴത്തിൽ അധികം ഉണ്ടാവില്ല. അപ്പോൾ അധികം വെള്ളം കൂട്ടാതെ നമ്മൾ ടെക്സ്ചർ റെഡിയാക്കി എടുക്കണതാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടേക്കണ എള്ളും കുറച്ച് പുളിമാവും കുറച്ച് മൈദയൊക്കെ കൂടി ഇട്ട് റെഡിയാക്കണം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി മാവ് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായി, അപ്പോൾ അതെടുത്തിട്ടു. കുറച്ചൊരു നല്ലൊരു നല്ലൊരു പഫി ആയിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ പറയണ പോലെ നല്ലൊരു ബൂന്നിരിക്കും നമ്മുടെ മാവ്, ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. ഇങ്ങനെ പുളിമാവ് കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ചില സമയങ്ങളിൽ ഇത് റെഡി ആവാറില്ല. അങ്ങനെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴായിട്ട് ആ സെറ്റ് ആവാതെ നമുക്ക് അതുവരെ അപ്പോഴേക്കും പഴമൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മുടെ കുഞ്ഞൂട്ടൻ ഇവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂട്ടനെ നമ്മൾ പുറത്തോട്ട് കെട്ടിയില്ല, അധികം മഴ കൊണ്ട് അവനിങ്ങനെ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കും. ഇപ്പോൾ ഫുൾ ടൈം മഴയല്ലേ. എന്താണ് മോനെ കുഞ്ഞാപ്പൂ, നിൻ്റെ കൂട്ടുകാരി ഒന്നും ഇങ്ങോട്ട് വന്നില്ലേ? പിന്നെ നോക്കിയേ, ഫുള്ള് തുണികളുടെ കൈലാസം കേട്ടോ. നമ്മുടെ പെരക്കകത്ത് നിറച്ച് തുണികളാണ്. ഇപ്പോൾ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇത് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ അകത്ത് തന്നെ ഇതിങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ ഇതേ നമ്മുടെ 10ാം ക്ലാസ്സുകാരനോട് എപ്പോഴും ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മാത്രമല്ല വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ഏത് വഴിക്കാണ് പോകണമെന്നറിയില്ല. കുട്ടി ഇങ്ങനെ മറച്ച് പിടിച്ചിരിക്കുള്ളൂ മുഖം. പിന്നെ ഗതികേട് കൊണ്ട് ഈ അമ്മയുടെ ശല്യം കൊണ്ട് അവൻ കാണിച്ച് മുഖം തന്നെ ഉള്ളൂ. എന്താണെന്നറിയില്ല, എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല മുഖം തരാൻ ഇത്ര ബുദ്ധിമുട്ട്. പല്ല് കമ്പിയിട്ട് സെറ്റാക്കിയാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ കണ്ണാ? പല്ലിൻ്റെ ആണോ കുഴപ്പം? നാണോ? പിന്നെന്താ? എന്തിനാണോ നാണം? ഒരു നാണക്കാരൻ വന്നേക്കണ്. നീ ഓർഡർ കണ്ടപ്പോൾ തന്നെ നിന്നെ പുറകെ വെച്ച് പിടിച്ചതാണോ ഞാൻ? മര്യാദക്ക് അവിടെ നിന്നെങ്കിൽ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ. കണ്ണമ്മോൻ ഇപ്പൊ കണ്ണമ്മന്റെ ഓട്ടം കണ്ടപ്പോൾ കണ്ണമ്മന്റെ പുറകെ ഓടി വന്നോ. അമ്മേനായിട്ട് ചീത്ത വിളിക്കാനും പറ്റില്ല, തെറി വിളിക്കാനും പറ്റില്ല. എന്തൊരു കഷ്ടപ്പാടാണ്. ശരിയാ. അതാ എന്താന്ന് മനസ്സിൽ വിളിക്കുമല്ലേ? ആരാ? നന്നായി. കൊളാക്കി അലവലാതി.
എന്താ സുഖം നോക്കിയേ. നമ്മുടെ തുണികളൊക്കെ ഉണക്കാനിട്ട കൂട്ടത്തിൽ വേറെ 2 പേരും കൂടി ഇവിടെ ഉണങ്ങാൻ കിടപ്പുണ്ട്. എപ്പോഴാ സമയം എന്തായി ചേട്ടാ? സമയം എന്തായി? എന്തൊരു സുഖം. 2 തലവണി അപ്പുറം ഇപ്പുറം വെച്ച് വാവ കിടക്കണു. 4 മൊബൈല് കണ്ട് കിടക്ക. എന്താണാവോ? സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണുകയല്ലേ മൊബൈല്. ഇതുപോലെയാണ് എല്ലാവരും. ഇതാവോ മഴയത്ത് എന്തൊരു സുഖം. വേറെ ആള് കിടക്കുന്ന കിടപ്പ് നോക്കി. എന്താണാവോ ഇങ്ങനെ? പരിപ്പുവട അല്ല, ഞങ്ങൾക്കിന്ന് ചൂടൻ ചായയും പഴംപൊരിയാണ്. മാവിന് അധികം മധുരം ഇടണമെന്ന് പറഞ്ഞാൽ ഷുഗർ കട്ട് ഒട്ടും മധുരം ഭയങ്കര ഇവിടെ കട്ട് ചെയ്യാൻ ഒരാള് പുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആവി വന്ന് കടലക്കറി കൂടിപ്പോയി എന്നാവും പറയണേ ഇപ്പ. അപ്പൊ ആവി വന്നു എന്നാ പറയണേ. അപ്പൊ ഇനി പുട്ടിട്ട് കൊടുക്കട്ടെ കേട്ടാ. ഒരു കൈക്കില് കഴിഞ്ഞു. 2 ഫുള്ള് പോവൂലേ? എനിക്കറിയാം എന്റെ മോന് ഫുള്ള് പോകുന്നു. എന്താണാവോ? എന്താ രസം. ഒരു കയ്യില് മൊബൈല് ഒരു കയ്യില് പുട്ട്. അപ്പൊ ക്യൂ ആയിട്ട് നിന്നിപ്പോ പുട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. മഴക്കാലത്തിന്റെ ഒരു ആവേശം അല്ലേ? കഴിക്കാത്ത ഒരാളും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ രസം. എന്താണാവോ? ഇത് പുട്ടെടുത്തത് വെക്കട്ടെ കേട്ടോ. എന്താണാവോ വീഡിയോ എടുക്കാൻ തോന്നിയേ? പെയിന്റ് ചെയ്ത് മോശമായേക്കണ ഭാഗമൊക്കെ ഇതുപോലെ പെയിന്റ് വാങ്ങിച്ചടിക്കുവാണെങ്കിൽ അന്യായ പൈസ കൊടുത്ത് 2 വർഷം 3 വർഷം കൂടെ പെയിന്റ് അടിക്കണ്ട കേട്ടോ. അത് നീറ്റായിട്ട് കിടക്കും. പുറത്തൊക്കെ വേണമെങ്കിൽ അടിക്കാം. ഒരു കളിയൊക്കെണ്ടായി അതൊക്കെ. എന്താണ് പരിപാടി? എന്താണ് സ്പെഷ്യൽ? കഴുവ വറുത്തതും പുട്ടുവാ. അമ്മ ഒരു കോമ്പിനേഷൻ വേണ്ടേ? എത്ര ദിവസമായി പഠിക്കാൻ പോയിട്ട്? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടവൻ മറക്കില്ല വാവിലൊക്കെ ഇറങ്ങില്ലേ കുരുത്തം കെട്ടവൻ. മൊബൈൽ കണ്ടിരിക്കുന്ന
എഴുന്നേറ്റത് ഇപ്പോഴാണ് ഇന്നലെ രാത്രി എത്ര മണിക്കാടി കിടന്നേ? 11 മണി. എന്നൊക്കെ കഴിഞ്ഞില്ലേ? മറ്റേ സാധനം ആ ഭയങ്കര നീളമുള്ളത് അത് അതെടുത്തിട്ട് പോകുന്നത് പോണ്ടേപ്പാ. കറി ഉണ്ടാക്കാമേ? അന്ന് ഉണ്ടാക്കിയല്ലേ വെളിച്ചെണ്ണ കുറച്ച്. വോൾട്ടേജ് അകത്തിരുന്ന് നഖം പറ്റുന്നു. ആരാ പോയത്? വീട്ടിലിറങ്ങാൻ വന്നപ്പോ ഒരു സൗണ്ട് നോക്കിയപ്പോ രാവിലെ ഒന്നും മുട്ടടിക്കണ്ട. ദേവാമാസ് രാവിലെ തന്നെ ഉറക്കത്തേലായിട്ട് മുട്ടടിക്കണം. ഓ ഗൈസ്, മട്ടൻ സ്റ്റിച്ച് ഡാ. പിന്നെ മന്തി ഫുള്ള് അടിച്ചിട്ടാണ് ഇരിക്കണത് സ്റ്റിച്ച് ഇട്ടിട്ട്. നോക്കടാവും ജാ. ഇതെന്തുവാ അമ്മ? അപ്പം മോഞ്ഞില്ലേ? അല്ല ഇവിടെ പോണോ അച്ഛൻ പറയണേ? അമ്മ ചത്ത കോഴീനെ പോലെ ഇരിക്കണേ. എന്തെങ്കിലും പറയൂ. സ്റ്റിച്ചിനെ പറ്റി പറയൂ. പിന്നിലുണ്ട്. ആദ്യം സ്റ്റിച്ചിന്റെ അല്ല സ്റ്റിച്ചിങ് ആ നൂലില്ലേ ഉള്ളി പോയപ്പിന്ന് അതെടുത്ത് പതുക്കെ അപ്പ ഇല്ല ആദ്യം. എന്നിട്ട് അത് വലിച്ചെടുത്തിട്ട് കത്ര വെച്ച് കൊളത്തിയിട്ട് ആ വേറെന്താ ഇതെടുക്കാൻ പോയി. വേറെ എടുക്കാൻ പോയി. എന്നിട്ട് എന്താ സാധനം അതെടുത്തിട്ട് വന്ന് എന്നിട്ട് പതുക്കെ കട്ട് ചെയ്ത് പതുക്കെ നൂല് ആദ്യത്തെ വലിച്ചപ്പോ കുഴപ്പമുണ്ടായില്ല. രണ്ടാമത്തെ വലിച്ചപ്പോ ഓഹോ പൊളയണ എന്നെ. പക്ഷെ അച്ഛൻ്റെ ചേച്ചി പച്ച പറഞ്ഞ 3-4 വെട്ടിയിരുന്നു. സിസ്റ്റർ പറഞ്ഞാൽ 2 വെട്ടിയുള്ളൂ. കുറച്ച് ഞാനേ പുറത്തടിക്കുന്നുള്ളു. അത്ര നേരം എൻ്റെ കാലിൻ്റെ ഇവിടെ ഉണ്ടല്ല അനങ്ങാണ്ട് അച്ഛൻ പിടിച്ച് കഴിഞ്ഞ് അതെടുത്തിട്ട് അച്ഛനെ കാണാല്ലേ ഞാൻ നോക്കുക. അച്ഛനൊക്കെ അറ്റത്ത് ഇരിക്കണ്. കണ്ണാൻ എന്താ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൊബൈലാണ്. ക്ലീനിങ് ആൻഡ് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും തുണി ഒരൊറ്റ നറൂട്ടോ ഗേൾ അക്കച്ചി താരാക്കച്ചി പറയാറ്. ഹേ ഗേൾ ഹേ ഗേൾ. അതെ അയ്യ പോയി. ആ ഒന്ന് ഹലോ
അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ മക്കൾ ഒരു പൊന്നാട അണിയിക്കണ ഒരു ഭാഗമൊക്കെ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ പശുക്കളെയൊക്കെ സംരക്ഷിക്കണ കുട്ടികൾ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് അവരൊന്നും ഒരു പൊന്നാടയൊക്കെ അണിയിച്ചതായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാട്ടോ. നമ്മുടെ അശ്വതിയും വൈഷ്ണവുമാണ് അവിടെ പോയിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു പൊന്നാടയൊക്കെ അണിയിച്ചതാണ്. അവർക്കൊരു സന്തോഷം അങ്ങനെയൊക്കെ കിട്ടിയതിൽ നമുക്കൊരു സന്തോഷം അല്ല. ഭാവിയിൽ ഇതൊക്കെ ഒരു പിള്ളേർക്ക് ഒരു മെമ്മറീസ് ആണല്ലോ. അപ്പം ഇതിന് മുന്നേ കണ്ണമ്മൂനൊരു ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കർഷക അവാർഡൊക്കെ പോലെ ഒരു നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.